നമസ്കാരം. കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ ബെല്ലൈക്കനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ പതിവ് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകണ്ട. വാർത്തയിലേക്ക്. അങ്ങനെ നമ്മുടെ തൃശ്ശൂരിലെത്തിയിട്ട് ശോഭാ സുരേന്ദ്രനും ഒരു ജാതി ഓട്ടം നടത്തിയിട്ടുണ്ട്. ഗഡിയെ പറയാതെ വയ്യാട്ടാ. ആ വീഡിയോ ഒക്കെ കാണിക്കുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയാല. അതായത് നിലവിൽ തൃശ്ശൂര് പാർലമെന്റ് മണ്ഡലത്തില് വോട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വലിയ തോതിലുള്ള തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വോട്ടുകൊള്ള നടന്നിട്ടുണ്ട്. അങ്ങനെ വോട്ടുകൊള്ള നടത്തിയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന രീതിയിലുള്ള പല ആരോപണങ്ങളും അത് ശരിവെക്കുന്ന തെളിവുകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഇല്ല എന്നൊരക്ഷരം പറഞ്ഞിട്ടുമില്ല, ഒരു പ്രതികരണവും രേഖപ്പെടുത്തിയിട്ടുമില്ല. മൂപ്പര് മുങ്ങി നടക്കുകയാണ്. അപ്പോ ഈ വിഷയത്തിൽ നിന്നൊക്കെ നിലവിൽ ഒന്ന് ശ്രദ്ധ തിരിച്ചു വിടണമല്ലോ, അല്ലെങ്കിൽ ഇത് ചർച്ചയായിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ BJP അതിഗംഭീരമായിട്ടുള്ള ഒരു നൈസ് ഗെയിം കളിക്കുകയാണ്. അവരെന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്രദ്ധയൊക്കെ തിരിച്ചുവിടാൻ വേണ്ടി CPM-ന്റെ ഓഫീസിലേക്ക് ഒരു മാർച്ച് അങ്ങ് നടത്തുകയാണ്. കയ്യില് തീപ്പന്തൊക്കെ പിടിച്ചോണ്ട് ഒരു സംഘർഷമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ശാഖയിലെ മിത്രങ്ങളെല്ലാരും കൂടി CPM-ന്റെ ഓഫീസിലേക്ക് ഇങ്ങനെ ചകചകാന്ന് പറഞ്ഞ് നടന്നു വരികയാണ്. എന്നിട്ട് അവസാനം നമ്മുടെ CPM-ന്റെ ഓഫീസായിട്ടുള്ള അഴീക്കോടൻ സ്മാരക മന്ദിരത്തിന്റെ 100 മീറ്റർ അടുത്തപ്പോ പോലീസുകാർ ഇവരെ തടയുകയാണ്. അപ്പോ ആക്രമണം ഒന്നും നടക്കുന്നില്ല. ഇവര് പോലീസുമായിട്ട് അങ്ങ് സംഘർഷത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ പോലീസും ഇവരും തമ്മിൽ സംഘർഷത്തിലാകുന്നു. ശേഷം ഇവരുടെ കയ്യിലുള്ള തീപ്പന്തമൊക്കെ ആയിട്ട് പോലീസുകാരെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. ഇതറിഞ്ഞ് അങ്ങോട്ടേക്ക് CPM-ന്റെ പ്രവർത്തകർ എത്തുന്നുണ്ട്. പിന്നെ പ്രവർത്തകർ നേരെ തീപ്പന്തം എറിയുന്നു. അങ്ങനെ കൂടുതൽ പ്രവർത്തകർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എടപ്പാളും ഓടലോട്ടം BJP-കാർ അവിടെ നടത്തിയിട്ടാ. അവർ ഓട്ടം. അവർക്ക് ആവശ്യം ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കുക, ശേഷം ആക്രമണത്തിൽ ഞങ്ങൾക്ക് പരിക്ക് പറ്റി, ഞങ്ങളെ CPM പ്രവർത്തകർ തല്ലിക്കൊല്ലാറാക്കി എന്നൊക്കെ പറഞ്ഞ് ഒരു നാടകം നടത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. എന്നിട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ആ നാടകം അങ്ങനെ രാവിലെ അരങ്ങേറി. സുരേഷ് ഗോപി ഈ നാടക നടന്മാരെ കാണാൻ വേണ്ടി ആശുപത്രികളിലൊക്കെ സന്ദർശനം നടത്തി. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ശോഭാ സുരേന്ദ്രനും പങ്കെടുത്ത ഒരു പരിപാടി അവിടെ നടന്നത്. അതായത് കമ്മീഷണർ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുകയാണ്, പ്രതിഷേധ മാർച്ച്. ഇനി ആരും ചിരിക്കരുത്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവരുടെ മാർച്ച് വരികയാണ്. അങ്ങനെ മാർച്ച് വന്ന ശേഷം അവർ നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ പോലീസുകാർ ബാരിക്കേഡൊക്കെ വെച്ചിട്ടേ അവിടെ നിൽക്കുകയാണ്. അത് കണ്ട വഴി നമ്മുടെ ശോഭച്ചിക്ക് പെട്ടെന്ന് തന്നെ എന്താണെന്നറിയില്ല, ഒരു നിമിഷ്ടം. പിന്നെ ഫ്രണ്ടിൽ നിന്ന ശോഭച്ചി പതിയെ ബാക്കിലേക്ക് പോയി. പിന്നീട് അവിടുന്ന് ഈ വെള്ളമൊക്കെ ചീറ്റാൻ തുടങ്ങിയപ്പോഴേ നമ്മുടെ വരും വെള്ളം ചീറ്റാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ശോഭച്ചിനെ അവർ നോക്കിട്ടാ ശോഭച്ചി എന്നൊക്കെ അവർ വിളിച്ചിട്ട് ശോഭനെ കാണാനില്ല. ശോഭ എവിടെയാന്ന് കണ്ട നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് കാണാം. ശോഭ ഒളിച്ചിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ വെള്ളം ചീറ്റൂലല്ലോ അല്ലെ എന്നൊക്കെ നോക്കിയിട്ട് ശോഭ തലയിലൊക്കെ ഇതാ ഒരു ചെറിയൊരു തുണിയൊക്കെ കെട്ടിയിട്ട് വരവ് കണ്ട. ആരും ചിരിക്കില്ലേട്ടാ, മൂപ്പര് സീരിയസ് ആണ്. എന്നിട്ട് മൂപ്പത്തി എന്താണ് പറഞ്ഞതെന്ന് ഞാനൊന്ന് പറയാം. എന്നിട്ട് പറയാണ്, അതെ, ഞാനൊരു 9 തവണ തോറ്റ ആളാണല്ലോ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എന്നെ തോപ്പിച്ചത് ഈ പറയുന്നത് പോലെ കള്ളവോട്ടൊക്കെ ചെയ്തിട്ടാണെന്ന് പറഞ്ഞ് ഞാനൊന്നും കരഞ്ഞില്ലല്ലോ എന്നൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. നിങ്ങൾക്ക് 4, 3, 7 വോട്ട് ഈ കേരളത്തിൽ ഉണ്ടാ എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ അത് കണ്ടിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഇരിക്കുന്ന BJP-കാരും ഉള്ളിനുള്ളിൽ ചിരിച്ചു കാണും. മാത്രമല്ല ഒരു ഗംഭീരമായിട്ടുള്ള കോമഡി കൂടി പറഞ്ഞു. ഞങ്ങളുടെ 7 പേരെ കുറെ വർഷമായിട്ട് നിയമസഭയുടെ പുറത്ത് നിർത്തിയേക്കാണത്രേ. അതായത് തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് തന്നെ നിൽക്കണം ശോഭാ സുരേന്ദ്രൻ. അതിനൊക്കെ ശേഷം നമ്മുടെ സുരേന്ദ്രന്റെ ഒരു വരവുണ്ട്. സുരേന്ദ്രൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ ശേഷം സുരേന്ദ്രൻ വരുന്നു. സുരേന്ദ്രൻ ഇമാതിരി നമ്പറൊക്കെ അടിച്ചിട്ട് പോകുന്നുണ്ട്. അല്ല, ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് വേറെ സംഗതി കൂടി അവിടെ അരങ്ങേറിയിരുന്നു കേട്ടോ. ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തില് നിലവില് സുരേഷ് ഗോപി പുലർത്തുന്ന ഒരു മൗനം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ഭരണഘടനാപരമായിട്ടൊക്കെയുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന രീതിയിലുള്ള പല നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ വോട്ട് ക്രമക്കേടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ആ വിഷയത്തില് നിലവിൽ CPM BJP-യുടെ ഓഫീസിലേക്ക് ഒരു വലിയ മാർച്ച് നടത്തുന്നുണ്ട്. അത് വലിയ രീതിയിൽ തന്നെ വാർത്തകൾ ഇടം നേടുന്നുണ്ട്. പണി പാളിയിലൊന്ന് കണ്ടപ്പോ ആണ് ഇവര് ഇത്തരത്തിലുള്ള തന്ത്രം, അന്ന് നമുക്ക് ഈ രീതിയിലൊരു സാധനമൊക്കെ ചെയ്താലോ എന്ന് ഓർത്ത് രംഗത്തേക്ക് വരുന്നത്. എന്തോ ആകട്ടെ, മൊത്തത്തിൽ ആകെ പെട്ടിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനും കൂടി ഈ സംഭവം ഒരു കോമഡി ആക്കിയിട്ടുണ്ട്. സുരേഷ് ഗോപി രാവിലെ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് തിത്തിത്തരികിട് നമുക്ക് കളിച്ച് ഒരു അക്ഷരം മിണ്ടാതെ എന്തായാലും മൂപ്പരും പയ്യെ ഇവിടുന്ന് വലിഞ്ഞിട്ടുണ്ട്. എന്നാലും എന്റെ തൃശ്ശൂരുകാരെ നിങ്ങളെ ഞങ്ങൾ വെറുതെ സംശയിച്ചു കേട്ടാ. അതായത് സുരേഷ് ഗോപി ഞാനതങ്ങ് എടുക്കുക എന്ന് പറഞ്ഞപ്പോ അത് കട്ടെടുക്കാൻ പോവാണെന്ന് നമ്മൾ അറിഞ്ഞില്ലാത്ത സുരേഷ് ചേട്ടാ. എന്തായാലും തൃശ്ശൂർ BJP പിടിച്ച ശേഷം നമ്മളൊക്കെ തൃശ്ശൂരുകാര് അല്ലെങ്കിൽ പല സംഭവമാണ് കേട്ടാ. നിങ്ങൾ എന്തും മണ്ടന്മാരാണേ എന്നൊക്കെ ചോദിച്ചൊരു പലരും ഉണ്ടാവും കേട്ടോ. എന്നാലും അവരൊക്കെ ഇപ്പോ സത്യം തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ സൂപ്പറാണ്ട കടികളെ, ഒന്നും പറയാനില്ല. എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ വിദ്വാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല എന്നത്
എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ഒന്ന് കാണണം. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരക്ഷരം മിണ്ടാത്തതെന്ന് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമല്ലേ? മാത്രമല്ല നമ്മുടെ ജനം ചാനൽ അടക്കമുള്ള ചാനലുകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരുപാട് തിരിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും എന്തായാലും തിരിയുന്നില്ല എന്നതാണ് നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും എന്റെ ശോഭയെ ഇങ്ങനെ പരിപാടി നടത്തിയിട്ട് ഈ ബാക്കിലൊക്കെ പോയെന്ന് ഇങ്ങനെ ചിരിപ്പിക്കരുത് കേട്ടോ എന്നൊന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ലല്ലോ, ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വൈകുന്നേരം അനൂപ് ആന്റണിയുടെ പോസ്റ്റ് ഞങ്ങൾ തിരിച്ചടിക്കും, എല്ലാവരും തിരിച്ചടിക്കും. എന്തൊരടി? ഒരടിയുമില്ല. അതായത് ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള പല നമ്പറുകളാണ് ഇവർ ഇറക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ചർച്ച നടന്നാൽ അത് ബി ജെ പിക്ക് പണി പാളും എന്ന് കണ്ടാൽ, ബി ജെ പിയുടെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ആരെങ്കിലും പിടികൂടിയാൽ ജനശ്രദ്ധ തിരിക്കാൻ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചില പണികളുടെ പേരാണ് സംഘർഷം. സംഘർഷങ്ങൾ സൃഷ്ടിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് ഇവർ എല്ലാ ഇടങ്ങളിലും ശ്രമം നടത്തിയിട്ടുള്ളത്. ആ ശ്രമം ഇവിടെ കേരളത്തിൽ നടത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചാൽ മതി എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പൊ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും ഒക്കെ കൊണ്ടുവന്ന് ഒരു വലിയ സംഭവം ആ വിഷയത്തിൽ കോതമംഗലത്ത് ആ സോന എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തി. ഇപ്പൊ എന്താണ് സംഭവിച്ചത്? അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. മാത്രമല്ല, അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? ഇത് കേരളമാണ്. ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനികളെയൊക്കെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഈ മണ്ണിൽ എന്തായാലും ക്ലച്ച് പിടിക്കില്ല. അതുകൊണ്ടാണല്ലോ കേരള സ്റ്റോറിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പെട്ടിയിൽ വന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ അങ്ങോട്ടേക്ക് കണ്ടം വഴി ഓടേണ്ടി വന്നത്, തിരിച്ചോടേണ്ടി വന്നത്. അതുകൊണ്ട് ആ നമ്പർ ഒന്നും ഇവിടെ എന്തായാലും ക്ലച്ച് പിടിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. എന്തായാലും ബി ജെ പിയെ ശരിക്കും തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ എന്നുള്ള കാര്യം പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ എം പി ആയ ശേഷമാണ് വളരെ വ്യക്തമായിട്ട് നമുക്കൊക്കെ ഭംഗിയായിട്ട് ഈ മനുഷ്യൻ എത്രത്തോളം നല്ല മനിതനാണ്, നെന്മമരമാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വല്ലാത്തൊരു പ്രതികരണശേഷിയുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി, അല്ലേ? നമ്മളൊക്കെ പണ്ട് പറയുമായിരുന്നു ഒരു പ്രതികരണശേഷിയില്ലാത്ത ഒരാളാണ് സുരേഷ് ഗോപി എന്ന്. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി സുരേഷ് ഗോപിയുടെ ഇനി പുതിയ നമ്പറുകളൊക്കെ വേറൊന്നും ആയിരിക്കില്ല. ഈ കന്യാസ്ത്രീയുടെ ഒക്കെ വീട് സന്ദർശിക്കാൻ വേണ്ടി പോകും, ഫോട്ടോഷൂട്ട് നടത്തും. ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ നടത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരിച്ചിട്ടേ കാര്യമുള്ളൂ സുരേഷ് ഗോപി. അല്ലാതെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാ സംഭവങ്ങളും തീർന്ന ശേഷം എന്തെങ്കിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. ഈ ആരെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ട തൃശ്ശൂരോട്ടം ഉണ്ടല്ലോ, ആ തൃശ്ശൂരോട്ടം ഇനിയും പല സ്ഥലങ്ങളിലൊക്കെ ഇവർ നടത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കേട്ടാ. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഞങ്ങളെ കേരളം മൊത്തത്തിൽ പിടിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കായിരുന്നല്ലോ. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയിലെ കണ്ണി ചോറില്ലാത്ത ഒരാളല്ലേ ഒരു രീതിയിലുള്ള വല്ലാത്ത രീതിയിലുള്ള തെളിവുകളൊക്കെ പുറത്തു വിട്ടുകൊണ്ട് നമ്മുടെ പ്ലാൻ മുഴുവൻ അങ്ങ് മൊത്തത്തിൽ തവിടുപൊടിയാക്കിയത്. എന്തായാലും രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു സംഭവമായിട്ട് രംഗത്തേക്ക് വന്നപ്പോ ഈ പല ഇന്ത്യ മുന്നണിയിൽ ഇപ്പോ അറിയാലോ പലരും ഇങ്ങനെ പല സ്ഥലത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവരായിട്ട് എല്ലാവരും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടങ്ങ് ഒന്നിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് പറയാനാണ്, പ്ലാനിങ് മുഴുവൻ തെറ്റിയുന്നേ. രാഹുൽ ഗാന്ധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഈ ഒരു വിഷയത്തിലെ, ഈ വോട്ടുകളുള്ള വിഷയത്തിലെ, ഈ വോട്ട് ചോരി വിഷയത്തിലെ എല്ലാവരും ഒറ്റക്കെട്ടായി ആഞ്ഞടിക്കുകയാണ്. അങ്ങ് പിടിച്ചിരിക്കാൻ പറ്റുള്ള ആടുകയാണ്, ആടി ഒലയാണ്. അതിന്റെ ഭാഗമാണ് നമ്മളിപ്പോ തൃശ്ശൂരിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും എന്റെ ഗഡിയെ ഇമാതിരി നമ്പറൊക്കെ നിങ്ങൾ തൃശ്ശൂരിൽ ഇറക്കിയിട്ട് ഇനി എത്ര നാള് ജനങ്ങളെ പറ്റിക്കും? എന്തായാലും കൊടുത്ത കൊല്ലത്തും കിട്ടും എന്ന് പറയണേ ശരിയട്ടാ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.